വീട്ടിൽ നിന്ന് ഇറങ്ങും അല്ലെങ്കിൽ റൂമിൽ നിന്ന് ഇറങ്ങുന്ന ടൈം അല്ലെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു ജസ്റ്റ് വലിയ ഇതൊന്നുമല്ല, ജസ്റ്റ് നമ്മൾ ഷൂസും കാര്യങ്ങളൊക്കെ പുറത്താണ് ഇടണമെങ്കിൽ അത് നമ്മൾ അകത്ത് കുടഞ്ഞിട്ട് വേണം നമ്മളത് ഷൂസ് ഇടേണ്ടത്. അതുമാത്രമല്ല വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് നിസ്സാര കേസാണ്. ഇപ്പോൾ നമ്മൾ ഹെൽമെറ്റ് വണ്ടിക്കകത്ത് പുറത്ത് വെച്ചിട്ടൊക്കെ പോകും. അതിൻ്റെ അകത്ത് ചിലപ്പോൾ പാറ്റ അല്ലെങ്കിൽ ഈ ജീവികളൊക്കെ കയറിയിരിക്കും. അപ്പോൾ അത് നമ്മൾ അറിയാതെടുത്ത് വയ്ക്കും. പെട്ടെന്ന് വണ്ടി എടുക്കുന്നു, പോകുന്നു, ഇതിങ്ങനെ കയറി വരുന്നു, നമ്മൾ ഇറിറ്റേഷനായിട്ട് എടുക്കുന്നു. അങ്ങനെ എത്ര ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു. അപ്പോൾ മെയിനായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇതെത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ കഴിയുന്നതും ഈ ചെരുപ്പ് ഷൂസൊക്കെ ഉണ്ടെങ്കിൽ ഒരു സെൽഫ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് വച്ചിട്ട് പൂട്ടി അല്ലെങ്കിൽ പൂട്ടേണ്ട ആവശ്യം അടച്ച് വയ്ക്കുക. എന്ന് വെച്ചാൽ ഈ ജീവികൾ കയറിയിരിക്കും, നമ്മളറിയില്ല. നിസ്സാര കേസുകളാണ്. അതുപോലെ തന്നെ ഡ്രസ്സ് ഇടുമ്പം ശ്രദ്ധിച്ചോണേ. എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞുതരാം, വീഡിയോ സ്കിപ്പ് ചെയ്യല്. 6ാം ക്ലാസ്സിൽ ശാസ്ത്ര സ്കൂളിൽ ഞാൻ പഠിക്കണം. അപ്പോൾ ഞാൻ അന്ന് പ്രൈവറ്റ് ബസ്സിലാണ് പോണത്. 50 പൈസ തോന്നുന്നത്. അങ്ങനെ ഞാൻ ഡ്രസ്സ് ഇട്ടു, പെട്ടെന്ന് ബസ്സിലൊക്കെ കയറിപ്പോയി. ബസ്സിൽ ഇരുന്നു, കാലിൽ നിന്ന് എന്തോ ഊരുന്നു. കഥയല്ല, നടന്ന സംഭവമാണ്. ഊന്ന് പതുക്കെ കുറുക്കിലോട്ട് കയറുന്നു. ഇപ്പം എനിക്ക് മനസ്സിലായി സംഭവം എന്തോ ഉണ്ട്. ഇനിയിപ്പം ഞാൻ പൂര നക്ഷത്രമാണേ. അതുകൊണ്ടാണോ ഈ സാധനം എന്നെ കടിക്കാത്തതെന്ന് എനിക്ക് അറിയില്ല. ചെതുമ്പൂരം പഴുതാരെന്നൊക്കെ പറയും. എൻ്റെ അമ്മ സത്യമായിട്ട് എൻ്റെ കൂട്ടുകാരെ ഞാൻ ബാക്കിൽ നിന്ന് ഷർട്ട് കയറി പിടിച്ചു അവക്കി. എൻ്റെ ഷർട്ട് ഞാൻ റൈറ്റ് കൈ കൊണ്ട് ഊരി ശാസ്ത്രകല ജംഗ്ഷനിൽ കൂടെ ഷർട്ട് ഇടാതെ തന്നെ ഓടി. അതായത് നമ്മളെ ഒരു കയ്യിൽ അത്രയും വലിപ്പമുള്ള സാധനം. ഇപ്പം നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ പാൻറ്റൊക്കെ ഇടുമ്പം പാൻറ്റ് നമ്മൾ അകത്തിൽ നിന്ന് എടുത്ത് കുടഞ്ഞ് ഷർട്ടായാലും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത് ഹെൽമെറ്റ്, അത് മെയിനായിട്ട് ശ്രദ്ധിച്ചോളെ. ഒരിക്കലും ബൈക്കിൻ്റെ വച്ചിട്ട് ഹെൽമെറ്റ് വീട്ടിൻ്റെ അകത്ത് തന്നെ എടുത്തുകൊണ്ട് പോകും. പിന്നെ ചെരുപ്പ്, ഷൂസ് നിസ്സാര കേസാണ്. അതേപോലെ തന്നെ വണ്ടികൾ, ഇൻഡിക്കേറ്റർ തൊട്ടടുത്തിടുമ്പോൾ ഇൻഡിക്കേറ്ററിട്ട് തിരിയുക, അങ്ങനത്തെയൊക്കെ നിസ്സാര കേസുകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ലൈഫിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ പോകാൻ സാധിക്കും. ഇതൊക്കെ നമ്മളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. വണ്ടി എടുക്കുമ്പം അല്ലെങ്കിൽ അതായത് കാറൊക്കെ എടുക്കുമ്പം 4 ഡോറും തുറന്ന് അതിൻ്റെ നെഗറ്റീവ് എയറൊക്കെ കളഞ്ഞ് ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെ എടുക്കുക.